വണ്ടി എവിടെ നിർത്തിക്കോ. ആ നിർത്തിയാത്താ. എന്നാ ഞാനേ പുറത്തിറങ്ങട്ടോ. പച്ചനെ തെങ്ങിനെ കൂടി കുട്ടിയെ പോയാലോ? എന്നാ ശരി കുട്ടിയെ, നമ്മൾക്ക് ആക്കി തന്നീനേ. താങ്ക് യു ട്ടാ. ആയിക്കോട്ടെ, എന്നാ ശരി കേട്ടോ, ഞാൻ വരാം. എന്നാലേ അതിന്റെ മുകളിലത്തെ ആ സാധനം നടത്തടാ, അല്ലെങ്കിൽ വല്ല തേങ്ങ എന്തേലും കൊയ്യാലോ. ആയിക്കോട്ടെ. ഹലോ, ഞാൻ പെങ്ങളെ ആഴ്ചാണ്ടോടക്കൊന്ന് വന്നതാ. ഒന്നുമില്ല, ഓളൊന്ന് കാണാൻ വന്നതാ. ചെറിയൊരു പരിപാടി ഉണ്ട്. ഇന്ന് ഞാൻ എനിക്ക് വിളിച്ച വെച്ചോ. പഠിച്ചോനെ ആയിച്ച. ഇതാരാ പാത്തുമ്മേ? എന്തേടി ഈ വൈക്ക കൂടിയൊക്കെ? അല്ല മാളെ, ഇത് തന്റെ കാലിന് പറ്റിക്കണേ. അതിന്റെ കാര്യൊന്നും പറയണ്ട. കുടുംബശ്രീക്കാരെ തിരക്കിനിടയിലേ ആ റംല വടി എടുത്തുങ്ങാണ്ട് കാലിനൊന്ന് തന്നതാ. എന്തൊരു വരുത്തെന്നറിയോ എന്നോട് പറയാ. ഇങ്ങളെ കുടുംബശ്രീ ഇപ്പൊ മസനക്കുടി വഴി ഊട്ടിക്ക് പോണ മാതിരി ആകെ വൈറലാണല്ലോ. എന്നിട്ടപ്പത് സംഭവടി. അതിന്റെ കാര്യമൊന്നും പറയണ്ടടി. ഇവിടെ കുടുംബശ്രീയിലെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന്റെ അടിയും വെട്ടുവാണ്. അത് ശരി. എന്നിട്ട് എനിക്ക് കാല് വരുത്തണ്ടടി. മറ്റേ കഞ്ചു കാലിപ്പോ ഞാൻ ചവിട്ടി സോറി അടി. അല്ല അതൊക്കെ പോട്ടെ, ഇതെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കണു? അതെന്താ വെച്ചാലേ അന്ന് ഓരി വെച്ചപ്പോ അനക്കി പേരും പിച്ച് പിന്നാത്ത് കിട്ടാ പറമ്പ് വെള്ളം കിട്ടണേ. അതാണ് ഈ വിറ്റിട്ട് മനുഷ്യന്മാരും വാങ്ങണില്ല. അതുകൊണ്ടേ കുറച്ച് ദിവസം ഞാൻ ഈ പെരയിൽ നിക്കാന്ന് കരുതി. ഒറ്റ ചവിട്ടാക്കരം. അന്ന് എന്നോട് 100 വട്ടം ചോദിച്ചോണു ഈ പെര വേണോ അത് കിട്ട പറമ്പ് വേണോന്ന്. അപ്പൊ ഇജ്ജല്ല അത് കിട്ട പറമ്പ് മതിന്ന് പറഞ്ഞേ. ആന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇച്ചു പെര വേണം. ഞാൻ കരുതിട്ട് വന്നപ്പേ ഇന്റെ കാല് മുറിഞ്ഞത് കാണാൻ വന്നതാണെന്ന്. എന്നിട്ടോ പെര കാണാന് എടുക്കാൻ വന്നതല്ലേ കള്ളത്തിയെ. പിന്നെ അന്റെ കാലാണ് ഇതായി നേരിട്ട് ഇച്ചതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇച്ചി പെര വേണം. ഞാൻ ഈ പെര ഇട്ടിയാലുള്ളൂ പോകാം. ഇജ്ജ് വേണമെങ്കിൽ ഞാൻ പറമ്പ് പോയി എടുത്തോ. അന്നെ ഞാൻ ചവിട്ടി കൂട്ടടി കുരിപ്പേ. എടി ഇതുകൊണ്ടൊന്ന് പാത്തുമ്മ തളർന്നൂന്നേ ഇജ്ജ് കരുതണ്ട. ഈ പെരച്ച് കിട്ടിയിട്ടുള്ളേ പാത്തുമ്മ ഞടങ്ങുക. എന്നാലേ ഇജ്ജ് ഞടങ്ങലുണ്ടാവൂല. ഇവിടെ ഞാൻ ഇവിടെ വടി കുത്തുന്നു. അന്നെ ഞാൻ കൊല്ലടി. ഇജ്ജ് മണ്ടിയ എത്ര മണ്ടു നിച്ചറിയാലോ. നിക്കടി അവിടെ.